ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആലുവ സ്വദേശികളായ ഫർഹാൻ, ഷമീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിനാണ് ഇന്നലെ രാത്രി ആയിരുന്നു സംഭവം ഉണ്ടായത്. 19 അംഗ വിദ്യാർത്ഥി സംഘം കൊടൈക്കനാലിൽ പോയി മടങ്ങുന്നതിനിടെയാണ് ഈ രണ്ടുപേർക്ക് പരിക്കേറ്റത്. ഇവർ പഴനിയിൽ നിന്നും അമൃത എക്സ്പ്രസ് വഴി എറണാകുളത്തേക്ക് വരികയായിരുന്നു. ആലുവ സ്വദേശികളാണ് ഈ പരിക്കേറ്റ ഫർഹാനും ഷമീമും. ഈ അമൃത എക്സ്പ്രസ് ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. ഈ ഷമീമും ഫർഹാനും ട്രെയിനിന്റെ ചവിട്ടുപടിയിൽ ഇരുന്ന് കാല് താഴേക്കിട്ട് യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനിടെ പെട്ടെന്ന് ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്നതിനിടെ പ്ലാറ്റ്ഫോമും ഈ ട്രെയിനും തമ്മിൽ അടുത്ത് വരുന്ന ഭാഗമുണ്ട്. പ്ലാറ്റ്ഫോമും ട്രെയിനും റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എത്തിയപ്പോഴാണ് ഈ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ കുടുങ്ങി കാലിന് സാരമായി രണ്ടുപേർക്കും പരിക്കേറ്റത്. ഉടൻ ട്രെയിൻ നിർത്തി ഇവരെ ഒല്ലൂരിലെ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇരുവരും മാറ്റി. ഇരുവർക്കും സർജറി ഓപ്പറേഷൻ ആവശ്യമാണെന്നാണ് പറയുന്നത്. എന്തായാലും കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരും ഷമീം ആലുവയിലെ UC കോളേജിലെ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഫർഹാൻ എടത്തലയിലെ അല്ലമീൻ കോളേജിലെ വിദ്യാർത്ഥിയാണ്. 19 അംഗ സംഘമാണ്, സുഹൃത്ത് സംഘമാണ്. കൊടൈക്കനാലിലേക്ക് പോയി തിരിച്ച് വരുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. ആതിര, ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആലുവ സ്വദേശികളായ ഫർഹാൻ, ഷമീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.